കാക്കേ നിൽക്കാൻ എവിടെ ഉണ്ട് പറഞ്ഞ് പോയതാണ്. നമുക്ക് തുള്ളി ചായ വെള്ളം എടുക്കട്ടെ, കുറെ നേരമായില്ലേ വർത്താനം തുടങ്ങിയിട്ട്. ചായയും വെള്ളമൊന്നും മാണ്ടടി. ഞാൻ ഇന്നലെ കാക്കാന്റെ പെരീന്നേ അന്നോടിച്ച് കുറച്ച് വർത്താനൊക്കെ പറയണമെന്നിങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പറയാൻ പറ്റിയ സമയമല്ല. ഞാൻ പറയാൻ ഇങ്ങോട്ട് പോകുന്നത്, ഞാനേ ഇന്ത്യത്ത് ഒരുപാട് വർത്താനത്തിൽ എഴുതിയിരിക്കുന്നു. അന്നോട് ഞാൻ വല്ല കടുത്ത രൂപത്തിൽ വർത്താനം പറഞ്ഞത് അതൊക്കെ ചോദിച്ചു പൊരുത്തപ്പെട്ട് തരുന്നുണ്ട്. എന്റെ ആങ്ങളാനൊക്കെ പറയാണ്. പഠിച്ചോനെ ഇച്ചിപ്പോ മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ അപ്പൊ തന്നെ മറന്നേക്കണ്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കൊണ്ടല്ലേന്നോ. ഇന്നലെ അന്തിക്ക് ഒരു പോള ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ മറിയാന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഇങ്ങനെ തിരിഞ്ഞു പണം കിടക്കണമെന്ന്. ഇച്ചിപ്പോ അതിൻ്റെ അടുത്ത് വന്നിക്കാണ്ട് എന്നെ കണ്ട് ഭർത്താനം പറഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സൊക്കെ സമാധാനമായത്. അല്ലടി, ഈ പണ്ടൊക്കെ ഇപ്പൊ അളിയാനൊക്കെ ഉണ്ടാക്കി തന്നെയാണ്. ഇതൊക്കെ മൂപ്പര മരിച്ച താത്താന്റെ പണ്ടാണ്, ആ വെച്ച് തന്നതാ. ഇതൊക്കെ കൂടി എന്റെ കാഴ്ചപ്പാടിൽ ഒരു 10-40 പണ്ട് മേലുണ്ടാവണം. 60 ഒരാക്ക, വലിയനൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ ഞാൻ എടുത്തതാണ്. പിന്നെ നമ്മളെ പെണ്ണിന്റെ കല്യാണേ ഒരു കൂട്ടർ വന്ന് കണ്ട് പറ്റി പേക്കണു. അതെ, ഇവിടുത്തെ മോനെ പറഞ്ഞു നിന്നോട്. ബാങ്കർക്കാരെ ഓന്റെ എത്തുക അന്വേഷണത്തിന് പോയിക്കേണ്ടത് മോനെ കണ്ടിരുന്നു. അപ്പൊ ഓനെ പെണ്ണിനെ കെട്ടിച്ചപ്പോഴേ 75 പാവം കൊടുത്തേക്കണാല. അത് കേട്ടപ്പോ എന്റെ പള്ളിയിലൊന്ന് കാളി. ആക്ക് പണ്ടത്തെ കാലത്തല്ല ആക്ക, ഇപ്പൊ ആരും അത്ര ഒന്നും കൊടുക്കൂല. 10-15 കൊടുക്കും ഏറിയത്. എന്നാലും നമ്മൾ അവസ്ഥക്ക് അനുസരിച്ച് ഒരു 25 കൊടുക്കണ്ടേ? അത് കുറച്ച് കൊടുക്കാനൊരു മോശത്തരല്ലേ? അതിന് ഓളെ മേത്ത് കുറച്ചൊക്കെ ഉണ്ടല്ലോ. അത് തട്ടി കൂട്ടിയാലേ ഒരു 5-6 പാവം ഉണ്ടാവും. ഇന്നാലും ആണ് 10 രൂപന്റെ പണ്ടം. ഇന്റെ സ്ഥിതിയൊക്കെ ഇപ്പൊ എന്നോട് ഞാൻ പറഞ്ഞുള്ളൂ. എങ്ങനെ ഇപ്പതേ ഒപ്പിച്ചാൽ പിച്ചൊരു പുത്തുമില്ല. അല്ല, മറിയമ്മൂന്റെ ആങ്ങളാരെന്തേലും തരൂലേ? അവിടെ ഒന്നും ഇല്ലടി. അവിടുത്തെ കാര്യമൊക്കെ കട്ടപ്പോവുകയാണ്. ഏതായാലും എന്റെ കട്ടക്കാല അടുത്ത പറയാൻ മതി. അതിന് മമ്മൂട്ടിയെ ബേജാറൊന്നും വേണ്ട. ഞാൻ അളിയാക്കും കൂടെ കല്യാണത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ അളിയാക്ക പറഞ്ഞിരുന്നേ മമ്മൂട്ടിന്റെ കുട്ടീനെ കെട്ടിച്ചപ്പോ ഒരു 10 പാവം കൊടുക്കണമെന്ന്. ഇവിടുന്ന് ഒരു 10 പാവം കണക്കൂട്ടിക്കോ. അൽഹംദുലില്ലാഹ് മനസ്സിലായത്തായി. മമ്മൂട്ടി അതിന് തോന്നിയതാവും. ഇവിടെ ഇപ്പൊ പെൺകുട്ടികളൊന്നും കെട്ടിച്ചാളില്ലല്ലോ. പിന്നെ മമ്മൂട്ടിയെ എന്നോട് ചെറു കാര്യം പറയാനുണ്ട്. നമ്മളെ പേരെ പൊളിച്ചാണെങ്കിലേ ഇപ്പൊ ഞാൻ ചാരു കസാരല്ലേ, അതൊന്നും വെച്ചിട്ട് കൊണ്ടുവന്നു തരുമോ?